എങ്ങനെ നമുക്ക് ഒരു സന്യാസിയുടെ മൈൻഡ് സെറ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനായിട്ട് നിങ്ങളുടെ വീട് വിട്ട് ഒരു സന്യാസിയെ പോലെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഈ ഒരു മോഡേൺ ലൈഫിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു സന്യാസിയുടേതുപോലെയുള്ള വളരെ കാം ആൻഡ് ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പുതിയ ഐഡിയാസ്, തോട്ട്സ്, വാല്യൂസ് ഇതിലേക്ക് നയിക്കണം. ബട്ട് ഇവിടെയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ എന്തിനാണ് ഒരു സന്യാസിയെ പോലെ ചിന്തിക്കണമെന്ന് പറയുന്നത്? ഇതേപ്പറ്റി ജയ് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, വാരൻ ബഫറ്റ് ഇവരുടെ പക്കൽ നിന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇതുപോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ MS ധോണി, വിരാട് കോഹ്ലി ഇവരുടെ പക്കൽ നിന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ ലേൺ ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ മൈൻഡിനെ വളരെ കാം ആൻഡ് പീസ്ഫുള്ളാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപ്പറ്റി നിങ്ങൾ പഠിക്കേണ്ടത് ഒരു സന്യാസിയുടെ അടുത്ത് നിന്നായിരിക്കണം. കാരണം മോങ്സ് ഈ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടാണ്. കാംനെസ്, ഡിസിപ്ലിൻ, ഹാപ്പിനെസ്, ക്ലാരിറ്റി ഇതൊക്കെ ഒരു മോങ്ക് മൈൻഡ് സെറ്റിൻ്റെ ക്വാളിറ്റീസാണ്. സോ ഈ ക്വാളിറ്റീസൊക്കെ നമുക്കും ബിൽഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു മോങ്കിനെ പോലെ ചിന്തിക്കാൻ നമുക്കും സാധിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു മോങ്ക് മൈൻഡ് സെറ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്പർ 1, ഫൈൻഡ് യുവർ ട്രൂ ഐഡൻറ്റിറ്റി. ഇപ്പം നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബട്ട് ആ ഒരു കണ്ണാടി മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? ഇവിടെ ഈ ഒരു മിറർ എന്നുള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. ബട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണം അതിൽ മൊത്തം പൊടി പിടിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രൂ ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ മറ്റുള്ള പണക്കാരെ കണ്ട് നമ്മളും പണത്തിൻ്റെ പിന്നാലെ പോകുന്നു. അതുപോലെ മറ്റുള്ള ആളുകളുടെ ലുക്ക്, സ്റ്റൈല് ഇതൊക്കെ കണ്ട് നമ്മളുടെ ലുക്കും സ്റ്റൈലും നമ്മൾ അതുപോലെ ആക്കി മാറ്റുന്നു. സോ ഇതിലൂടെ നമ്മളുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാകുന്നു. സോ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് എപ്പോൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ നമ്മളുടെ റിയൽ ലൈഫ് വാല്യൂസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പോലും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് അവരുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആരോടൊപ്പമാണോ ടൈം കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യുന്നത്, ആരൊക്കെയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അവരൊക്കെ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി പറയുകയാണ് ലൈഫിൽ കാശാണ് എല്ലാം എന്നുള്ളത്. അപ്പം നിങ്ങൾ കാശിൻ്റെ പിറകെ പോകാൻ തുടങ്ങും. എന്നാൽ മറ്റൊരാൾ പറയുകയാണ് ഹെൽത്ത് ഈസ് എവറിത്തിങ് എന്നുള്ളത്. സോ അപ്പോൾ വീണ്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. ഇതെന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് മിസ്സാവുന്നത് നിങ്ങളുടെ ട്രൂ ഐഡൻറ്റിറ്റിയാണ്. നിങ്ങൾ ഒരാളെ കണ്ട് ഇൻസ്പയർ ആവുക, അയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ബട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ഇൻറ്റേർണൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി അയാളെ ഫോളോ ചെയ്തു പോകും. ഇതൊരിക്കലും തന്നെ നല്ലതല്ല. നിങ്ങൾ കാണുന്ന മൂവീസ്, ഡെയിലി ന്യൂസ്, ടെലിവിഷൻ പ്രോഗ്രാംസ്, വീഡിയോ ഗെയിംസ് ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ എക്സ്റ്റേണൽ നോയ്സ് എന്നുള്ളതാണ് ജയ് പറയുന്നത്. അതായത് ഈ കാര്യങ്ങളാണ് പിന്നീട് തീരുമാനിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ നോയ്സസിനെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ട്രൂ ഐഡൻറ്റിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ജയ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 2 രീതിയിലുള്ള വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഹയർ വാല്യൂസ്, രണ്ടാമതായിട്ട് ലോവർ വാല്യൂസ്. ഹയർ വാല്യൂസ് നമുക്ക് ഹാപ്പിനെസ്, ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഒരു മീനിങ് ലൈഫിനെ നമുക്ക് നൽകും. ബട്ട് ലോവർ വാല്യൂസ് ആൻസൈറ്റി, ഡിപ്രഷൻ, സഫറിങ്സ് ഇതിനെയായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ഫ്രീ ടൈം, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ സ്പെൻഡിങ് ബിഹേവിയർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ നിങ്ങളുടെ റിയൽ വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ 2 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലൊന്നാമതായിട്ട് സെൽഫ് ഓഡിറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാശ് ചിലവഴിക്കുന്നത്, ഇതേപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, സെൽഫ് ഐസൊലേഷൻ. നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സമയം ഇരിക്കുക. ശേഷം നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ബിലീഫ്സ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളുടേതായിട്ടുള്ള ശരികൾ എന്തൊക്കെയാണ്, തെറ്റുകൾ എന്തൊക്കെയാണ്
എന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു വാല്യൂസുമായിട്ട് ഒത്തുപോകുന്നവരായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇടപഴകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളിങ്ങനെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടാണോ പോകുന്നത് അതോ നിങ്ങളുടെ ലൈഫ് ഡൗൺവേർഡായിട്ടാണോ മാറുന്നത് എന്ന്. സോ ആരൊക്കെയാണോ നിങ്ങളുടെ വാല്യൂസിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നൽകുന്നത്, അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുക. അതുപോലെ നിങ്ങളുടെ വാല്യൂസിനെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫും നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്പർ 2, റിമൂവ് നെഗറ്റിവിറ്റി. ഫ്രണ്ട്സ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടതായിട്ട് വരും. ഇവരെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കാളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ശ്രദ്ധിക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവരുടെ അടുത്ത് തെറ്റുണ്ടെങ്കിലും ഇവരെപ്പോഴും മറ്റുള്ളവരെ ആയിരിക്കും ബ്ലെയിം ചെയ്യുക. അതുപോലെ ഇവരെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർ നെഗറ്റീവായിട്ടുള്ള ഓർഡേഴ്സ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഡൗൺ ആക്കും. ഇനി മറ്റു ചിലർ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതിന് പകരം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ബട്ട് നെഗറ്റീവായിട്ടുള്ള എല്ലാ ആളുകളെയും മുഴുവനായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും പോസിബിൾ ആകണമെന്നില്ല. സോ ഇത്തരം ആളുകളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജയ് ഷെട്ടി ഈ 3 മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ പറയുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടതായിട്ട് വരുമ്പോൾ അവർക്കൊപ്പം എത്ര ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്യുക. ഇതിലൂടെ അയാളുടെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറയ്ക്കാനും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സെക്കൻഡ് വൺ, 75-25 റൂൾ. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ 75% ടൈമും നിങ്ങളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന, നിങ്ങളെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. 25% അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയം മാത്രം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. സോ ഇതിലൂടെ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ആൻഡ് തേർഡ് വൺ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഡിസ്കഷനിലും പോയിട്ട് ഇടപെടാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾ അധികം സംസാരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് പുറമേയുള്ള നെഗറ്റിവിറ്റി എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ബട്ട് നെഗറ്റിവിറ്റി നമ്മളുടെ ഉള്ളിലും ഉണ്ട്. സോ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും? ഇതിനായിട്ട് ജയ് ഷെട്ടി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് സ്പോട്ട്, സ്റ്റോപ്പ് ആൻഡ് സ്വാപ്പ്. എല്ലാവരും നമ്മളോട് പറയാറുണ്ടായിരിക്കും നമ്മളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണം, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും പോസിബിൾ ആകണമെന്നില്ല. സോ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള തോട്ട്സ് നമ്മളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവിടേക്ക് പുതിയൊരു പോസിറ്റീവ് തോട്ട്സിനെ കൊണ്ടുവരണം. ഇതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്പോട്ട്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സിനെ നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റോപ്പ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്ന്. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, സ്വാപ്പ്. അതായത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇതേപറ്റി ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറും ഓൺട്രപ്രണറും ആയിട്ടുള്ള ബ്രയൻ ആക്ടൺ ഒരിക്കൽ ട്വിറ്ററിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. ബട്ട് ആ ഒരു ടൈമിൽ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. അപ്പോഴും അദ്ദേഹം ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നെക്സ്റ്റ് ടൈം അദ്ദേഹം ഫേസ്ബുക്കിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോഴും അത് അദ്ദേഹത്തിന് അവിടുന്ന് റിജക്ഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴും അദ്ദേഹം വിചാരിച്ചത് ഓക്കെ കുഴപ്പമില്ല, ഇതിനേക്കാളും വലിയൊരു സംഭവം, നല്ല കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് റിജക്ഷൻസ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോഴും അവിടെ ഒന്നും തന്നെ അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തില്ല. നേരെ മറിച്ച് അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഇരുന്നു. അതിനുശേഷം അദ്ദേഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു ആപ്പ് വളരെ പോപ്പുലറായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്ത ഫേസ്ബുക്ക് തന്നെ $90 ബില്യൺ കൊടുത്തിട്ട് ബ്രയൻ ആക്ടൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആപ്പ് മേടിച്ചു. ആ ഒരു ആപ്പിൻ്റെ പേരാണ് വാട്സാപ്പ്. ഫ്രണ്ട്സ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ രസമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇതേ ഒരു സ്പൂൺ ഉപ്പ് 50 ലിറ്റർ ക്യാനിൻ്റെ വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയില്ല. ഇവിടെ ഉപ്പ് എന്നുള്ളത് റിജക്ഷൻസ് ആണ്, വെള്ളം എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് എപ്പോഴും വളരെ വലുതാണെങ്കിൽ റിജക്ഷൻസ്, ഫെയിലിയേഴ്സ് ഇതൊന്നും തന്നെ നിങ്ങളെ തളർത്തില്ല.
അതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള സക്സസ്സിൽ നിങ്ങൾ അതിയായിട്ട് സന്തോഷിക്കുന്നു. നേരെ മറിച്ച് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നിങ്ങൾ അതിൽ അസൂയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ് എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നേരെ മറിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും നിങ്ങൾ സന്തോഷപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ് എന്നുള്ളത് അൺലിമിറ്റഡ് ആയിരിക്കും. നമ്പർ 3, നോ യുവർ ഇൻറ്റൻഷൻ. ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിന് പിന്നിലുള്ള എക്സൈറ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക ഫിയർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡിസയർ കാരണമായിരിക്കും, ഇതുമല്ലെങ്കിൽ അത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പോൾ കുറേ ആളുകൾ പണക്കാരനായിട്ട് മാറണമെന്ന് വിചാരിക്കും. അങ്ങനെ അവരായിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തെറ്റായിട്ടുള്ള ഇൻറ്റൻഷനാണ്. ആളുകൾക്ക് പണക്കാരനായിട്ട് മാറണമെന്നുള്ള ആ ഒരു മെയിൻ തോട്ട് വരാനുള്ള കാരണം അവർക്ക് ലക്ഷറി ആയിട്ടുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങാനായിരിക്കും. കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങണമെന്ന് വിചാരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ്, ലവ് ഇതൊക്കെ ലഭിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. ഇവിടെയുള്ള നമ്മളുടെ ട്രൂ ഡിസയർ എന്നുള്ളത് ലവ് ആൻഡ് റെസ്പെക്റ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആ ഒരു ട്രൂ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു സർഫസ് ലെവലിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ വേണ്ട. കാരണം ആളുകൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ കണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളുടേതായിട്ടുള്ളൊരു വാല്യൂ അവിടെ ഉണ്ടായിരിക്കില്ല. ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളുടെ വാല്യൂവിനെ ബേസ് ചെയ്താണ് അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് പിന്നിലുള്ള ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ വളരെ ലവബിളായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കും. നമ്പർ 4, നോ യുവർ സ്പേസ് ആൻഡ് ടൈം. ജെ ഷെട്ടി പറയുന്നത് ലൊക്കേഷൻ ഹാസ് എനർജി ആൻഡ് ടൈം ഹാസ് മെമ്മറി എന്നുള്ളതാണ്. അതായത് ഓരോ ലൊക്കേഷനിലും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് ഉള്ളത്. അതുപോലെ ഓരോ ലൊക്കേഷനും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസിനെയാണ് നമുക്ക് നൽകുക. എക്സാമ്പിളായിട്ട് വീട്ടിലിരുന്ന് ബുക്ക് വായിക്കുന്നതിനേക്കാളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുക ലൈബ്രറിയിലിരുന്ന് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും. സോ ജെ ഷെട്ടി പറയുന്നത് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിനായിട്ട് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ടൈം, അതുമായി ബന്ധപ്പെട്ട മെമ്മറിയെ നമ്മളിൽ ഫീഡ് ചെയ്യും. അതായത് ഒരേ വർക്ക് നമ്മൾ ഒരേ ടൈമിൽ ഒരേ സ്പെസിഫിക് ലൊക്കേഷനിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്ക് നമ്മളുടെ മെമ്മറിയിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആകും. സോ പിന്നീട് ആ ഒരു ടൈം വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ കാര്യം നിങ്ങൾ ഒരു ടൈമിൽ ഒരേ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് അധികം എഫേർട്ട് കൊടുക്കാതെ തന്നെ ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്പർ 5, സെർവ് അതേഴ്സ്. ജെ ഷെട്ടി പറയുന്നത് മനുഷ്യരുടെ ഹയർ പർപ്പസ് എന്നുള്ളത് അത് മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് എന്ന്. ബട്ട് നമ്മൾ ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെയിം കാര്യം അതേ വ്യക്തിയിൽ നിന്ന് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ ലവ് ചെയ്യുക, അവർക്ക് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടും. ഒരുപക്ഷെ അത് ആ ഒരു സെയിം വ്യക്തിയിൽ നിന്ന് ആകണമെന്നില്ല. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.